ഇന്ന് നമ്മുടെ മുന്നിൽ എക്സ്പ്രഷൻ റൗണ്ട് ആൻഡ് സ്പോർട്ട് കൊറിയോ ഈ 2 സെഗ്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വരുന്നത് സന്ധ്യ ആൻഡ് വൈഗ. സൂപ്പർ അമ്മയും മകളും. കാക്കോത്തി കവിൽ അപ്പൂപ്പൻ താടിയിലെ രേവതി മാമിന്റെ സിനിമയുടെ ക്യാരക്ടറാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. ലുക്ക് വൈസ് ആണെങ്കിലും പ്രസന്റേഷൻ വൈസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് വൈഗ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. ആൻഡ് ഇവിടെ സ്പോർട്ട് കൊറിയോ സേഫായി അല്ല, ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് വന്ന സമയത്ത് വൈഗക്ക് ആക്ടിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അവള് തന്നെ ചോയ്സ് ആയി എടുത്ത് തന്നെയാണ്, ഞാൻ ഫോഴ്സ് ചെയ്തതല്ല. അതെ, ഞാൻ സേഫായി. അപ്പൊ വൈഗയുടെ ഉള്ളിലെ ആ ഒരു കലാകാരിയെ പുറത്തെടുക്കാനുള്ള ഒരു അമ്മയുടെ ശ്രമം കൂടിയാണ് അല്ലേ. ആൻഡ് വൈഗയ്ക്ക് അഭിനയിക്കാൻ സിനിമ മോഹം മനസ്സിലുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ അറിയാണ്ട് ഞാനാ കുറച്ച് പിടിച്ചു വെക്കുന്നത്. ഞാൻ ഒളിച്ചോടും, ആക്ട് ചെയ്യാൻ വേണ്ടി ഒളിച്ചോടും. അത്രക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വന്നാൽ ഉറപ്പായിട്ടും പോകും. അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോകും. പോണം എന്ന് പറഞ്ഞ കൂടെ പെട്ടിയെടുത്ത് പോവാ. എന്റെ അമ്മയെ കണ്ടിട്ടില്ലേ, അതുപോലെ പുറത്തിയെടുത്ത് പൊക്കോളൂ. എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു അഭിനയ മോഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഒരു പെർഫോമൻസും തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്. എന്നോടിഷ്ടം കൂടാമോ? കല്ലുമുത്തണ്ടോ കാലമുത്തണ്ടോ കാലൻ. കല്ലുമുത്തണ്ടോ കല്ലി. സാറ് ഇന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യില് കല്ലുമുത്തുണ്ട്. നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ. വിളിക്കണോ? വിളിക്ക്. കല്ലുത്തണ്ടോ കല്ല്. ആ, കുഴപ്പമില്ല. കാലമത്തണ്ടോ കാലൻ. എന്താ സാറേ കല്ലുത്തണ്ടോ? ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താ സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട. മേലിൽ ഈ വഴിക്ക് വരണ്ട. ആ, വിളിച്ചു കൂവാതെ നടക്കണം. കാലമത്തണ്ടോ കാലൻ. എന്താടാ, എന്ത് പറ്റി നിനക്ക്? നൊന്തോ? നോക്കട്ടെ. കാക്കോത്തയം പറ്റിച്ചേ, എനിക്ക് നൊന്നില്ലല്ലോ. നശൂലേ? അയ്യോ, ഞാൻ കൂടൂല. കാക്കോത്ത് ചീത്തയാ. എന്തിനാ എന്നെ എപ്പോഴും അടിക്കുന്നത്? ഞാൻ ഇനി അടിക്കും. നീ സ്നേഹമില്ലാത്ത ചീത്തയാ. പോടപ്പോ, എവിടെ വേണമെങ്കിലും പോ. എനിക്ക് നിന്നെ വേണ്ട. കാള പറ്റവനെ. അല്ലെങ്കിൽ ഞാൻ പോവാ. മുരളി, നീ പോവാ? സത്യായിട്ടും പോവാ? എന്നാ പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ. ഇനി നീ വന്ന കൂടില്ല. എനിക്ക് കാക്കോത്തിന് പിണക്കൊന്നുമില്ല. എനിക്ക് പിണക്കുവാ. കാക്കോത്തി എന്നോട് കൂട്ടാന്ന് പറഞ്ഞ ഞാൻ കാക്കോത്തിക്ക് ഒരു സമ്മാനം തരാം. പറ. എന്ത് സമ്മാനം? ആദ്യം കൂട്ടാന്ന് പറ. ആദ്യം കാണിക്ക്. കൂട്ടാണെന്ന് പറഞ്ഞ കാണിക്കാം. കൂട്ട താ. അപ്പാ, അപ്പാ, മുരളി അവരെന്റെ അപ്പയെ കൊണ്ടുപോയി. ഇനി എന്തെയും കാക്കോത്തി? എനിക്കറിയില്ല. അപ്പ പോയി. കാക്കോത്തി വാ, നമുക്ക് എന്നെ ടീച്ചറോട് പോയി പറയാം. ഇല്ല, ഞാൻ എവിടെ വരില്ല. എന്റെ അപ്പയില്ലാതെ ഞാൻ വരില്ല. അറിയാം കാക്കോത്തി, ടീച്ചർ പറഞ്ഞ പോലീസുകാർ അപ്പയെ വിടും. ഞാൻ വരില്ല. വരാനല്ല പറഞ്ഞത്. വാ.
കാക്കത്തി ഒന്നിക്ക് ഞാൻ പോയി ടീച്ചറെ വിളിച്ചോണ്ടിരാം. വൈഗ അടിപൊളിയായിട്ട് ചെയ്തു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ശ്വേതാജിക്ക് എന്ത് തോന്നി? ലക്ഷ്മിക്കുട്ടി അതല്ലേ കാക്കുത്തിക്കാവില് രേവതി ചേച്ചീന്റെ പേര് അല്ലേ? നന്നായിട്ട് ചെയ്തു. നന്നായി ചെയ്തു. ഒരു സൂപ്പർ ഹിറ്റ് മൂവീൻ്റെ സീനാണ് എടുക്കുന്നത്. സോ നന്നായിട്ട് വൈഗക്കുട്ടി ചെയ്തു. നമ്മുടെ വോയിസ് മോഡുലേഷൻ നമ്മൾ ആസ് ഇൻ ബിക്കോസ് വൈഗയ്ക്ക് ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാണ്, വോയിസ് മോഡുലേഷൻ ചെയ്യണം. നമ്മളെല്ലാം ഒരേ പിച്ചിൽ പറയരുത്. അതാണ് ബിക്കോസ് ചിലതെല്ലാം നമ്മൾ പതിഞ്ഞ് പറയണം, ചിലതെല്ലാം കുറച്ച് അളറിയിട്ട് പറയണം. അങ്ങനത്തെ അത് ഇതിന് വേണ്ടിയിട്ട് അല്ലാതെ സജഷൻ അല്ല, ഒരു ടിപ്പ്. നോട്ട് ദിസ് തിങ്, നത്തിങ് അബൌട്ട് ഈ പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല, ജനറലി ഒരു ലൈഫിൽ ഞാൻ പറയാണ്. മൂവ്മെന്റ് കൂടിയപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ചില കാര്യങ്ങളൊക്കെ എക്സ്പ്രഷൻസ് ഒന്ന് നമ്മൾ ക്യാരക്ടറിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, അത് മറക്കരുത്. അല്ലാതെ ബാക്കിയെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ ഇനി സ്പോർട്ട് കൊറിയോന്റെ സമയമാണ്. നമ്മൾ ഇപ്പൊ ഒരു പാട്ട് കേൾപ്പിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക, ദെൻ തുടങ്ങാം. റെഡി? സോ മ്യൂസിക്. ഓക്കെ, അപ്പോ സന്ധ്യയുടെ മനസ്സിൽ ചെറിയൊരു ലഡ് പൊട്ടിയതായിട്ട് ഞാൻ ഇവിടെ കാണുന്നു. കാരണം ഈ സോങ് ആവുമ്പോ ഒരു ക്ലാസിക്കൽ ടച്ച് ആവുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റുമല്ലോ. അതിന്റെ ഒരു ലഡ് പൊട്ടിയത് എനിക്കിവിടെ അറിയാൻ പറ്റി. സോ നമുക്ക് മ്യൂസിക്. ഫ്ലോർ സൈലൻസ്, റെഡി, ആക്ഷൻ. മനസ്സിൽ വിപുല മഴ പൊഴിയുമഴകിൽ ഒരു മയിലിനരസലാസ്യം, ഹരിതവനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം, സ്വരകലികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു, രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു. മനസ്സിൽ മിഥുന മഴ പൊഴിയുമഴകിൽ ഒരു മയിലിനരസലാസ്യം, ഹരിതവനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. Okay.